ഹലോ ഡിയേഴ്സ്, ഞാൻ രശ്മിയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയ മോർണിംഗ് വ്ലോഗിലോട്ട് സ്വാഗതം. ഇന്ന് എനിക്ക് ഫുൾ ഡേ ഡ്യൂട്ടി ഉള്ള ദിവസമാണ്. അപ്പോൾ പതിവ് പോലെ വളരെ നേരത്തെ തന്നെ എണീറ്റു. നമുക്ക് ടിഫിന് കറി ചെറുപയറാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ താത്തി വെച്ചതുകൊണ്ട് തന്നെ രാവിലത്തേക്ക് നല്ല കുഞ്ഞി ചന്തമുള്ള മുളയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ മുളപ്പിച്ച പയറൊക്കെ കൂട്ടുന്നതാണല്ലോ ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ ഇന്നത്തെ മടക്ക് ചപ്പാത്തി ഏട്ടൻ്റെ വകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടനത് നല്ലോണം കുഴച്ച് പരത്തി തരികയാണ്. ഞാൻ തന്നെ എന്താ പറയുക, ചപ്പാത്തിയും പൂരിയും ഒക്കെ പരത്തുമ്പോൾ ഇത്തിരി ബലാവലുണ്ട്, അത്ര സോഫ്റ്റ് ആവില്ല. ഇവർ ഉണ്ടാക്കുന്ന പോലെ ആവില്ല, അത്രയേ ഉള്ളൂ. നമ്മൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ഇവരുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ എനിക്കത് അങ്ങനെ ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞാലും മെനയാണല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു സഹായം നമുക്ക് വേണ്ടേ. അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കാനായിട്ട് അങ്ങനെ മെനക്കെടാറില്ല എന്നുള്ളതാണ് വാസ്തവം കേട്ടോ. കുറേശ്ശെ കാര്യങ്ങൾ വീട്ടിൽ എല്ലാവരും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയാണ്. എല്ലാ പണികളും എൻ്റെ തലമണ്ടയ്ക്ക് എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ അല്ലേ. അപ്പോൾ കെട്ടിയവരും മക്കളൊക്കെ കുറേശ്ശെ കാര്യങ്ങൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധം തന്നെയാണ് കേട്ടോ. പക്ഷേ ചപ്പാത്തി പൂരി ഇങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാക്കാൻ മാത്രമേ കൂടുള്ളൂ. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓടിയ വഴിക്ക് പിന്നെ പുല്ല് പോലും മുളയ്ക്കുകയും ചെയ്യില്ല, അത് വേറെ കാര്യം. അങ്ങനെ നമ്മൾ ഇന്നലത്തെ വ്ളോഗിൽ കരിമീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പരച്ച് വെച്ചത് കണ്ടില്ലേ. അപ്പോൾ അതെല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേയിട്ട് വ്ളോഗിൽ കരിമീൻ പെനച്ച് ഫ്രിഡ്ജിൽ വെക്കുന്ന വരെയുള്ള ഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ടുള്ള മസാല തയ്യാറാക്കാനായിട്ട് കുറച്ചധികം ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി നുറുക്കിയത്, പിന്നെ മീൻ വറുക്കാനെടുത്ത മസാല കൂട്ടുണ്ടല്ലോ, ആ ഒരു സംഭവം കൂടെ നമുക്ക് ഇത് പൊള്ളിക്കാനും ആവശ്യമുണ്ട്. അതുകൊണ്ട് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ കറിവേപ്പില, കുരുമുളക് പൊടി, പിന്നെന്താ എക്സ്ട്രാ കുറച്ച് പെരിഞ്ചീരകം കൂടിയും ചേർത്ത് മസാല ഉണ്ടാക്കി അത് മാറ്റി വെച്ചു കേട്ടോ. ശേഷം നമ്മൾ പനച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കരിമീൻ 2 പുറവും ഇങ്ങനെ അത്യാവശ്യം ഒന്ന് മൊരിച്ചെടുക്കുകയാണ്. കരിമീനിൽ നിറയെ വരയിട്ട് മസാലയിൽ കുളിപ്പിച്ചുകൊണ്ട് തന്നെ നല്ല രീതിക്ക് മസാല ഉള്ളിലോട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വറുത്തിരിക്കുന്നത് കാണുമ്പോൾ എൻ്റെ അച്ചൂട്ടൻ പറയാം, ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ കഴിച്ചാൽ പോരമ്മ, ഇലയിലൊക്കെ പൊതിയണം നമുക്ക് എന്നിട്ടാ. അപ്പോൾ അവൻ്റെ കണ്ണിൽ മീൻ പെടാണ്ടിരിക്കാൻ വേണ്ടി അതെല്ലാം ഒളിപ്പിച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്ത പണിയിലോട്ട് കിടന്നത്. ചെറിയുള്ളി നല്ല രീതിക്ക് വഴറ്റി കൊടുക്കുക. ശേഷം വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റും അതുപോലെ വെളുത്തുള്ളി നുറുക്കിയതും കറിവേപ്പിലയും ഒക്കെ ഇട്ട് നല്ലോണം വാടിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ ആ മസാല ഉണ്ടല്ലോ, ആ ഒരു മസാല ഇതിലോട്ട് തട്ടിക്കൊടുക്കുക. മസാലക്കുത്ത് നല്ല രീതിക്കൊന്ന് മാറട്ടെ. മസാലയൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ നമ്മൾ മീൻ വറക്കുമ്പോൾ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീൻ പൊള്ളിച്ചതിന് വെറൈറ്റി ടേസ്റ്റ് വരാൻ ഒരുവിധം എല്ലാവരും ചെയ്യുന്ന കാര്യം മീൻ പൊള്ളിക്കുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കണതാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു മസാല ഉണ്ടാക്കി ആ മസാലക്കുത്തൊക്കെ ഒന്ന് മാറാൻ വേണ്ടി വലിയൊരു മുറി തേങ്ങയുടെ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, 1-ാം പാൽ കേട്ടോ. പിന്നെ എരിവ് കുറച്ച് കമ്മിയാണെന്ന് തോന്നിയപ്പോൾ ഞാനൊരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മുളക് പൊടി ചേർത്ത് അതിൻ്റെ കളറും മൊത്തത്തിൽ മാറണ്ടെന്ന് കരുതിയിട്ടാണ് എരിവിന് വേണ്ടി കുരുമുളക് തന്നെ ചേർത്ത് കൊടുത്തത്. തേങ്ങാപ്പാലൊക്കെ നല്ലോണം ആ ഒരു ഗ്രേവി കിടന്നിങ്ങനെ തിളച്ച് കുറുകി വറ്റി എണ്ണയൊക്കെ മേലെ ഇങ്ങനെ പാറി തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് പൊള്ളിപ്പ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ഒരു ഗ്രേവി ഉണ്ടാക്കിയില്ല, ആ ഗ്രേവിയിലോട്ട് നമ്മളുടെ മീൻ വെച്ചിട്ട് ആ മീൻ ആ ഒരു തേങ്ങാപ്പാൽ ഗ്രേവിയിലും കൂടെ കിടന്ന് ഒന്നങ്ങോട്ട് വെന്ത് കിട്ടണം. അപ്പോൾ അങ്ങനെ 2 മീൻ ഞാൻ ഇതുപോലെ ഒരു പരന്ന നോൺ സ്റ്റിക്ക് ചട്ടിയിലും പിന്നെ വലിയൊരു മീൻ ഉണ്ടായിരുന്നു, ആ മീൻ ഒരു കുണ്ടുള്ള നോൺ സ്റ്റിക്ക് ചട്ടിയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ആ തേങ്ങാപ്പാൽ ഗ്രേവിയൊക്കെ നല്ലോണം മീനിൽ പറ്റി പിടിച്ചു. ശേഷം നമ്മൾ നല്ല വാഴയില മുറിച്ച് കൊണ്ടുവന്ന് അതിങ്ങനെ വാട്ടി അതിലോട്ട് മീനെ ഇങ്ങനെ നിവർത്തി കടത്തിയിട്ടുണ്ട് കേട്ടോ. മീനൊക്കെ വെച്ചു, അതിനെ കെട്ടി പൊതിയാൻ മാത്രം എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഞാൻ കെട്ടുമ്പോഴത്തേക്കും മീൻ പൊട്ടുമോ എന്നൊക്കെ പേടി. മീൻ പൊള്ളിച്ചാകുമ്പോഴത്തേക്കും അത് പൊട്ടാതെ കിട്ടണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു ഭംഗി അല്ലേ. നമുക്കിതിങ്ങനെ ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു ഗ്രേവിയിൽ പറ്റി പിടിച്ചതുകൊണ്ട് ഈ ഒരു മീനിൻ്റെ ഒരറ്റം ഞാനിങ്ങനെ പൊട്ടിച്ച് കഴിച്ചു കേട്ടോ, ഉപ്പൊക്കെ കറക്റ്റാണോ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നല്ല ഇഷ്ടമായി, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഏട്ടനാണ് ഇലയിൽ വെച്ച് ഇങ്ങനെ വാഴനാരൊക്കെ എടുത്ത് കെട്ടിപ്പൂട്ടി ഒരു സെറ്റാക്കി തന്നത്. ശേഷം നമ്മൾ ആ ഒരു മീൻ വറക്കാനും പൊരിക്കാനും ഒക്കെ എടുത്ത് നോൺ സ്റ്റിക്കിൻ്റെ ആ ചട്ടികളിൽ ഇട്ടിട്ട് തന്നെയാണ് നമ്മുടെ മീൻ പൊള്ളിക്കണത്. മീൻ മാത്രമല്ല പൊള്ളിയണം കേട്ടോ.
ആ മീൻ പൊതിഞ്ഞ വാഴയുടെ ഇലയും വാഴനാരും ഒക്കെ നല്ല രീതിക്ക് മസാലയൊക്കെ പെനങ്ങി പൊള്ളി അടിപൊളിയായി കിട്ടിയിരുന്നു. മീൻ തിന്നുന്ന കൂട്ട് വേണമെങ്കിൽ ആ ഇലയും വാഴനാരും തിന്നാം, അത്രയും മസാല ഉണ്ട് ആ ഒരു ചട്ടിയിൽ തന്നെ. അപ്പോൾ എനിക്ക് ഏട്ടനുള്ള ഒരു മീൻ ഇത്തിരി വലുതാണ്. അപ്പോൾ അത് ഞാൻ പൊതിയാൻ വെച്ച ഇല കീറിയിരുന്നു. അപ്പോൾ ഏട്ടൻ വലിയൊരു ഇല വാട്ടിയിട്ട് ആ ഇലയിൽ അതിനെ കെട്ടി പൊതിഞ്ഞ് ഞാൻ എൻ്റെ ചപ്പാത്തി ചുടുന്ന ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ രണ്ട് പുറം ഇങ്ങനെ പൊള്ളിച്ച് അതും അങ്ങനെ റെഡിയാക്കി എടുത്തു കേട്ടോ. ഓഫീസുള്ള ദിവസമാണ്, നേരാണെങ്കിൽ വഴുകിയും കൊണ്ടേ ഇരിക്കുകയാണ്. മക്കൾക്കാണെങ്കിൽ ഈ മീൻ പൊള്ളിച്ചത് എങ്ങനെയാവുമെന്ന് കാണാനുള്ള ആ ഒരു ആകാംക്ഷയിൽ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ വാഴയുടെ ഇലയിൽ മീൻ പൊള്ളിച്ചത് അതിങ്ങനെ തുറക്കുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. അപ്പം ഞാൻ ആ ഒരു മസാലയും അതുപോലെ ആ മീനിൻ്റെ ഒരു കഷ്ണമൊക്കെ എടുത്തിട്ട് ഒന്ന് ആ ചൂടോടെ കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനോർത്തു ഇത് നമുക്ക് തികയുണ്ടാവില്ല 2 പീസാക്കി കഴിഞ്ഞാൽ എനിക്കും ഏട്ടനെന്നൊക്കെ ഞാൻ അപ്പോൾ വിചാരിച്ചേ. അച്ചൂട്ടനും ആദിക്കും പിന്നെ ഓരോന്നുണ്ട്, 3 മീനാണ്, 3ഉം കൂടിയും 1.25 കിലോനാണ് എന്നാണ് ഏട്ടൻ പറഞ്ഞത് കേട്ടോ. സംഭവം മീൻ പൊള്ളിച്ചതൊക്കെ അടിപൊളിയായി, നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല മണമുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഒരു പണി വേറെ ഒന്നുമല്ല. ശരിക്കും നമ്മൾ ഈ മീനൊക്കെ പൊള്ളിക്കുമ്പോൾ വൈകിട്ട് പൊള്ളിക്കണം, അതാകുമ്പോൾ നമുക്ക് ആ ചൂടോടെ അത് അങ്ങനെയുണ്ട് അകത്താക്കാം. ഇതിപ്പോൾ നേരം വെളിച്ചാകുമ്പോഴാണ് പൊള്ളിക്കുന്നത്, അത് ഒരു മണ്ടത്തരം. പിന്നെ എന്നാൽ അത് രാവിലെ ആണെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയായിട്ട് കഴിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതും ചെയ്യാണ്ട് എനിക്ക് ഏട്ടനുള്ളത് ആ ഒരു വലിയ മീനിനെ 2 പീസാക്കിയിട്ട് ഒരു പീസ് ഞാനും ഒരു പീസ് ഏട്ടനും അങ്ങനെയാണ് ഞങ്ങൾ എടുത്തത്, ഓരിച്ചെടുത്തത് കേട്ടോ. അച്ചൂട്ടനും ആദിക്കും പിന്നെ ഓരോന്നും ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ പീസാക്കിയപ്പോഴാണ് ആ ഒരു പീസ് എടുത്തിട്ട് ഞാനും അച്ചൂട്ടനും ഒക്കെ ടേസ്റ്റ് നോക്കിയത്. അപ്പോൾ ഉണ്ണികൾക്കൊക്കെ നല്ല ഇഷ്ടമായി. പക്ഷേ ഓഫീസിലേക്ക് ഞാനിങ്ങനെ തട്ടിൽ വെച്ചിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്. അതുപോലെ അച്ചൂട്ടനും ആദ്യം ടൗണിലേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു സൈക്കിൾ നേരാക്കാൻ. അപ്പോൾ അവർക്കുള്ള ചോറ് കെട്ടിപ്പൂട്ടി ഓഫീസിലേക്ക് വന്നു, അവിടുന്ന് കഴിച്ചേ. ഏകദേശം ഒരു 1 മണി 1:15 ആയപ്പോഴാണ് ഞങ്ങൾ ഊണ് കഴിച്ചത് കേട്ടോ. പക്ഷേ അപ്പോഴത്തേക്കും അതങ്ങോട്ട് തണുത്തിട്ട് ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. ഉണ്ണിയോളും ഞാനും കഴിക്കുക തന്നെ ചെയ്തില്ല. പിന്നെ വീട്ടിൽ വന്ന് വൈകിട്ട് ഏട്ടൻ കഴിക്കാണ്ട് ബാക്കി വെച്ച് വീണ്ടും എണ്ണയിൽ വറുത്ത് ഞങ്ങൾ ചോറിന് കൂട്ടി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പണികളെല്ലാം ഒരുങ്ങി ഓഫീസിലേക്ക് ഇറങ്ങാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് നമുക്ക് നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വണ്ടിയൊന്നും വിളിച്ചിട്ടില്ല, സമയം അങ്ങനെ കണക്കാക്കിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങണത് കേട്ടോ. ആദ്യത്തെ 1-2 ദിവസമൊക്കെ ഞാൻ ഓഫീസിൽ പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര കിതപ്പൊക്കെ ആയിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ചെയ്ത ഷോർട്സും വ്ളോഗും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഫീലാവും അത്. പക്ഷേ ഇപ്പം ഇങ്ങനെ ഒരാഴ്ചയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞുകൊണ്ട് തന്നെ ഒന്നിങ്ങോട്ട് ശീലം വന്നതുകൊണ്ടേ ആ ഒരു കിതപ്പൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. 1-2 ആഴ്ചയോട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പൂർവാധികം ശക്തിയിൽ തിരിച്ചു വരും. വീഡിയോയുടെ ഇൻട്രോയിന് ശേഷം എഡിറ്റ് ചെയ്ത കുറച്ച് ഭാഗത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ ഫാനിൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നല്ല ചൂടാവുക കാരണം കൊണ്ട് ഇട്ടതാണ്. എഡിറ്റ് ചെയ്ത് പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കാണ് ഞാനത് ശ്രദ്ധിച്ചത്. അപ്പോൾ അടുത്ത തവണ ഞാൻ അങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒക്കെ മാറ്റിക്കൊള്ളാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞി മോർണിംഗ് വ്ലോഗാണ്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റും ചെയ്യണേ.